വർണ്ണമനോഹരദീപമാ തെളിയുന്നു നിറയുന്നു മനതാരിൽ മധുര സംഗീതമാ JSC Creation JSC Creation JSC Creation. ദൈവത്തിന് സ്തുതി. യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ ഖിലമലങ്കര സുവിശേഷ മഹായോഗം ഡിസംബർ മാസം 26 മുതൽ 31 തീയതി രാത്രി 12 മണിക്ക് ശേഷമുള്ള വിശുദ്ധ കുർബാനയോടുകൂടെ അവസാനിക്കത്തക്ക വിധത്തിലുള്ള ക്രമീകരണമാണ്. 18 വർഷമായി ഈ യോഗം ആരംഭിച്ചിട്ട് ഇത് 19ാമത്തെ സുവിശേഷ മഹായോഗമാണ് നടത്തപ്പെടുന്നത്. ദൈവത്തിൻ്റെ ജനം സുവിശേഷം കേൾക്കുകയും അതുവഴി പശ്ചാത്താപത്തിലേക്ക് വരികയും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു എല്ലാവരുടെയും ഹൃദയത്തിൽ വാഴുകയും അതുവഴി സന്തോഷവും സമാധാനവും ദൈവത്തിൻ്റെ ജനം അനുഭവിക്കണം. വ്യക്തികളിൽ കൂടെ ഉണ്ടാകുന്ന മാറ്റം കുടുംബങ്ങളിലേക്കും കുടുംബങ്ങളിൽ കൂടെ ഉണ്ടാകുന്ന അനുഗ്രഹം ഇടവക സമർത്ഥമായി തീർന്ന് ആത്മീയ കേന്ദ്രങ്ങളായി തീരുകയും സഭ അതുവഴി ദൈനംദിനം വളർത്തപ്പെടുകയും ചെയ്യണം. ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ ആകാശം ഭൂമിയിൽ നിന്ന് ഉന്നതമായിരിക്കുന്നത് പോലെ എന്ന ആ തിരുവചനം ഈ സഭയിൽ നിറവേറ്റപ്പെടുകയാണ്. പുണ്യശ്ലോകനായ മലങ്കരയുടെ പ്രകാശഗോപുരമായ പരിശുദ്ധ ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ ബാവായുടെ കാലത്താണ് ഈ യോഗം ആരംഭിച്ചത്. അതാത് ദിവസമുള്ള പ്രസംഗങ്ങൾ തൊട്ടടുത്ത് വരുന്ന ദിവസങ്ങളിൽ വിശ്വാസികൾക്ക് ആവർത്തിച്ച് കേൾക്കുന്നതിനും ആസ്വദിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും മുഖാന്തരമായി തീരത്തക്കവണ്ണം ഉള്ള ക്രമീകരണം ഈ CD വഴിയായി ക്രമീകരിക്കുകയാണ്. ഇത് ക്രമീകരിക്കുന്ന തേലക്കാട്ട് ശ്രീമാൻ ബേസിലിനെ, അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന അനീഷ് തുടങ്ങിയ എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുമ്പോൾ തന്നെ ഈ യോഗത്തിൻ്റെ പുതിയ ഒരു സംരംഭമാണ് ഇന്നത്തെ പ്രസംഗം. നാളത്തെ ദൈവമക്കൾക്ക് ഇവിടെ വന്ന് സംബന്ധിക്കാൻ കഴിയാത്തവർക്കും കൂടെ കേൾക്കത്തക്ക വിധത്തിലുള്ള ക്രമീകരണം. ഈ യോഗത്തിൻ്റെ അനുഗ്രഹത്തിനായി പരിശ്രമിക്കുന്ന എല്ലാവരെയും സഹായിച്ചവരെയും സഹകരിക്കുന്നവരെയും നന്ദിയോടെ സ്മരിച്ച് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി, പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി, പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. യെശയ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം, വെളിച്ചത്തിൽ നടക്കുക, അതാണ് നമ്മൾ ഇന്നലെയും ആമുഖമായിട്ട് അഭിമന്യരായ പിതാക്കന്മാരിലൂടെ നാം കേട്ടത്. ദൈവം വെളിച്ചമാകുന്നു എന്നത് നമ്മുടെ ആരാധനയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രധാന പ്രതിപാദ്യ വിഷയമാണ്.
സുറിയാനി ക്രിസ്ത്യാനികൾ പ്രാർത്ഥനയ്ക്ക് ചെല്ലുന്ന ഗീതഭാഗങ്ങളൊക്കെയും ഈ ആശയം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ദൈവം വെളിച്ചമാണ്. പ്രഭാത പ്രാർത്ഥനയിൽ ഗീതം പാടി നമുക്ക് ആരംഭിക്കാം. ചൊന്നേശോ ശിഷ്യഗണത്തോടായി സത്യപ്രകാശം ഞാൻ തന്നെ അന്ധതമസിന്നധികാരങ്ങൾ പ്രഭയിൽ നടന്നോരാം ശ്രീഹഗണത്തിനഹോഭാഗ്യം അവരുടെ സ്മരണമുഴങ്ങുന്നു. ആ പ്രാർത്ഥന ഞങ്ങൾക്ക് അഭയം. ശ്രീഹന്മാർ ഭാഗ്യവാന്മാരായി തീർന്നത് അവർ ദൈവമെന്ന പ്രകാശത്തിൽ നടന്നു എന്നുള്ളതാണ്. ഞാനാകുന്ന പ്രകാശത്തിൽ നടന്നു എന്നുള്ളതാണ് ശ്രീഹന്മാരുടെ ഓർമ്മ സഭയക്കാലവും ഭാഗ്യമോടെ ആഘോഷിക്കുന്നത്. സുറിയാനി ആരാധനകളിൽ നിറഞ്ഞു നിൽക്കുന്നതായ ഈ പ്രതിപാദ്യ വിഷയം പിതാക്കന്മാർ വേദപുസ്തകത്തിൽ നിന്ന് ഊറ്റിയെടുത്തതായ വാദങ്ങളാണ് ഇത്. വേദപുസ്തകം മുഴുവനിലും ദൈവം പ്രകാശമാകുന്നു എന്ന ചിന്ത നാം കാണുന്നു. ശ്രീഹന്മാരെല്ലാവരും പ്രകാശത്തിൽ നടന്നു. യെശയ്യാ പ്രവാചന പുസ്തകം 5-ാം അധ്യായം 2-ാം അധ്യായം 5-ാം വാക്യം, പ്രകാശത്തിൽ നടപ്പീൻ. നമ്മളുടെ മാമോദീസ ക്രമം പരിശോധിക്കുമ്പോൾ മാമോദീസ ഏറ്റവരെ ആദ്യകാലങ്ങളിൽ വിളിച്ചിരുന്നത് പ്രകാശത്തിന്റെ മക്കൾ പ്രഭ ധരിച്ചവരെന്ന്. അതുകൊണ്ടാണ് മാമോദീസ ഏൽക്കുന്ന കുഞ്ഞിനെ നമ്മൾ വെള്ളവസ്ത്രം ധരിപ്പിക്കുന്നത്. ആ ഒരാഴ്ചക്കാലം ആദിമ സഭയിൽ അവർ തിരികൾ പിടിച്ച് ഒരാഴ്ചക്കാലം വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചിരുന്നെന്ന് സഭാചരിത്രത്തിൽ വായിക്കുന്നു. ആദിമ സഭയിൽ മാമോദീസ നടന്നത് ഈസ്റ്ററിനോടനുബന്ധിച്ചാണ്. തുടർന്ന് വരുന്ന ഒരാഴ്ച ഹേവാറോ, അതാ വെളുത്ത പ്രഭാപ്രകാശം നിറഞ്ഞ ആഴ്ച എന്ന് പറയുന്നത് മാമോദീസ പുതുതായി സഭയിലേക്ക് ചേർന്നവരെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും പ്രകാശം ധരിച്ചവരാണ്. നമ്മളെല്ലാം പ്രകാശത്തെ ധരിച്ചവരാണ്. വെള്ളവസ്ത്രമാകുന്ന പ്രകാശം വിശുദ്ധ മാമോദീസയെ ധരിച്ച് ഈ സഭയിൽ ചേർന്നിരിക്കുകയാണ്. പിതാക്കന്മാർ ഇങ്ങനെ പഠിപ്പിക്കുന്നു, എനർജി ഓഫ് ഗോഡ് ഈസ് ലൈറ്റ്. ദൈവത്തിന്റെ എനർജിയാണ് പ്രകാശം. കപ്പദോക്ഷ്യയുടെ പിതാവായ ഗ്രിഗോറി, മഹാശ്രേഷ്ഠനായ ഗ്രിഗോറിയോസ് പഠിപ്പിക്കുന്നു, the very nature of God is light. ദൈവത്തിന്റെ ആത്യന്തികമായ ഉണ്മ അത് പ്രകാശമാണ്. യെശയ്യാവിന്റെ പുസ്തകം അതാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. ദൈവം പ്രകാശമാകുന്നു. പ്രകാശത്തിൽ നടക്കുക. എന്താണ് പ്രകാശത്തിൽ നടക്കുക? ഒരു ചിന്തകൻ ഇങ്ങനെ പറയുന്നു, a life making a progress under the positive influence of God's light. ദൈവപ്രകാശമാകുന്ന സ്വാധീനത്തിൽ പടിപടിയായി മുന്നോട്ട് പോകുന്ന ഒരു ക്രിസ്തീയ ജീവിതമാണ് പ്രകാശത്തിൽ നടക്കുക എന്നർത്ഥമാക്കുന്നത്. ദൈവമാകുന്ന പ്രകാശത്തിലേക്ക് കടന്നു വരികയും പടിപടിയായി മുന്നോട്ട് പോകുവാൻ നമ്മെ സമർപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് കടക്കാം. പ്രകാശത്തിൽ വേദപുസ്തകം നൽകുന്നതായ 3-4 വശങ്ങൾ ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്ത് പങ്കുവെച്ച് ശുശ്രൂഷ കൃത്യസമയത്ത് അവസാനിപ്പിക്കുവാനായി ആഗ്രഹിക്കുന്നു. പ്രകാശത്തെക്കുറിച്ചുള്ളതായ ഒന്നാമത്തെ ചിന്ത അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ പ്രകാശത്തിന്റെ ഒരു പ്രത്യേകത രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 9-ാം വാക്യം. 3 ദിവസം അദ്ദേഹം കാഴ്ചയില്ലാതെയും ഒന്നും ഭക്ഷിക്കാതെയും പാനം ചെയ്യാതെയും ഇരുന്നു. അതിന് തൊട്ടുമ്പത്തെ ഭാഗം
കണ്ണുകൾ തുറന്നിരുന്നിട്ടും ഒന്നും അദ്ദേഹത്തിന് കാണുവാൻ കഴിഞ്ഞില്ല. അവർ അദ്ദേഹത്തെ കൈക്ക് പിടിച്ച് ദമസ്കോസിലേക്ക് കൊണ്ടുപോയി. ആ സംഭവം അവിടെ ഇതാണ്. ക്രിസ്തു എന്ന ഒരു വെളിച്ചം ശൗലിന്റെ മുന്നിൽ അവിടെ പ്രകാശിച്ചതായി നാം വായിക്കുന്നു. വലിയൊരു മിന്നൽ പോലെ വെളിച്ചം ശൗലിന്റെ മുന്നിൽ പ്രകാശിച്ചതായി കാണുന്നു. വെളിച്ചം നൽകുന്നതായ, വെളിച്ചത്തിൽ നടക്കുന്നതായ എനിക്കും നിങ്ങൾക്കുമുള്ളതായ ഒന്നാമത്തെ സന്ദേശമാണ് വെളിച്ചം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു. ശൗലിന്റെ അന്ധതയെ വെളിച്ചമാകുന്ന, യേശുക്രിസ്തുവിന്റെ വെളിച്ചമാകുന്ന ആ പ്രകാശം അവന്റെ അന്ധതയെ ഉന്മൂലനാശം ചെയ്തുവെങ്കിൽ, അവനെ ശൗലിനെ പൗലോസാക്കി മാനസാന്തരപ്പെടുത്തിയെങ്കിൽ, ക്രിസ്തു എന്ന വെളിച്ചം അവന്റെ ഹൃദയത്തിലേക്ക്, അവന്റെ കണ്ണുകളിലേക്ക് കടന്നു ചെല്ലുകയും അവന് രൂപാന്തരത്തിൻ്റെതായ അനുഭവമുണ്ടാകുന്നു. വെളിച്ചത്തിൽ ഞാനും നിങ്ങളും നടക്കുന്നുവെങ്കിൽ, വെളിച്ചത്തിന്റെ സ്വാധീനത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുന്നുവെങ്കിൽ, എനിക്കും നിങ്ങൾക്കും ഒന്നാമതുണ്ടാകേണ്ടത് രൂപാന്തരമാണ്, മാറ്റമാണ്, ജീവിതത്തിന്റെ ക്രമീകരണമാണ് ഒന്നാമതായിട്ടുണ്ടാകേണ്ടത്. സങ്കീർത്തന പുസ്തകം 18-ാം അധ്യായം 28-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇതേ ആശയം ഒന്നുകൂടി വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നു. സങ്കീർത്തന പുസ്തകം 18-ാം അധ്യായം 28-ാം വാക്യം. നീ എന്റെ ദീപത്തെ കത്തിക്കും, നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ യഹോവ, എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കുന്നു. ശൗലിന്റെ ജീവിതത്തിലാണ് കാണുന്നത്. ഇരുളടഞ്ഞതായ പാപത്തിൻ്റെതായ ആ മാർഗത്തിൽ നിന്ന് പ്രകാശമെന്ന ആ വെളിച്ചം അവന്റെ അന്ധകാരത്തെ നീക്കി അവൻ രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, നീ എന്റെ വെളിച്ചമാകുന്നു, അവന്റെ അന്ധകാരത്തെ ഉന്മൂലം നാശം ചെയ്യുന്നു. ഈ കൺവെൻഷൻ മന്ദിരത്തിലേക്ക് കടന്നു വന്ന ധനമേ, ഈ കൺവെൻഷൻ കഴിഞ്ഞു പോകുമ്പോൾ ഈ വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് ആഞ്ഞു വീശുവാൻ തക്കവണ്ണം നമ്മെ തന്നെ വിനയപ്പെടുത്തി സമർപ്പിക്കാം. അന്ധകാരമാകുന്ന, പാപമാകുന്ന അശുദ്ധമായ ജീവിതത്തിലേക്ക്, ഇരുളിലേക്ക് പ്രദീപ്തമാക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തു എന്ന വെളിച്ചം ശൗലിലേക്ക് മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുവെങ്കിൽ, ഞാനും നിങ്ങളും വെളിച്ചത്തിൽ നടക്കുമ്പോൾ ഇതാ നമുക്ക് രൂപാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകട്ടെ. ഞാൻ ആദ്യം ഓർപ്പിച്ചുവല്ലോ, നമ്മൾ വെളിച്ചത്തിൽ നടക്കുന്നവരാണ്, വെളിച്ചം ധരിച്ചവരാണ്, പ്രഭ ധരിച്ചവരാണ് മാമോദീസായിലൂടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വെളിച്ചത്തിൽ നടക്കുക, രൂപാന്തരപ്പെടുവാനായി നടക്കുക. എന്താണ് ഈ വെളിച്ചം, എന്താണ് മാറ്റമെന്ന് പൗലോസ് വ്യക്തമായിട്ട് പറയുന്നു. 2 കൊരിന്ത്യർ 6:14. 2 കൊരിന്ത്യർ 6:14. എന്താണ് നമ്മളുടെ മാറ്റം? 2 കൊരിന്ത്യർ 6:14 വേഗം വായിച്ചു. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പണ കൂടരുത്, അവിശ്വാസികളോട് ഇണയില്ലാപ്പണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിനും ഇരുളിനോടും എന്ത് കൂട്ടായി മതി. പൗലോസ് വ്യക്തമായിട്ട് പറയുന്നു, മനസ്സാന്തരം എന്നുള്ളത് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്കുള്ളതായ മാറ്റമാണ്. ഇരുളടഞ്ഞ മനസ്സുകളിലേക്ക്, ഈ കൺവെൻഷൻ മന്ദിരങ്ങളിൽ ആരുടെയെങ്കിലും മനസ്സിൽ അന്ധകാരവുമായി ഈ പന്തലിലേക്ക് കടന്നു വന്നെങ്കിൽ, ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വീശിയതായ ആ മാറ്റത്തിന്റെ വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് ആഞ്ഞു വീഴുമ്പോൾ ഇത് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരുവാൻ തക്കവണ്ണം നമുക്ക് വിനയപ്പെടാം. ദൈവത്തിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, എന്താണ് നമ്മളിലേക്ക് വെളിച്ചം വീശേണ്ട അനേകമായ കാര്യങ്ങൾ, പലവിധമായ പാപബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അന്ധകാരങ്ങളായിരിക്കുമ്പോൾ, അശുദ്ധമായ ജീവിതങ്ങൾ, മറ്റ് പാപചിന്തകൾ കൊണ്ട് നമ്മുടെ ജീവിതം അങ്ങനെ അന്ധകാരമായിരിക്കുമ്പോൾ യഥാർത്ഥ വെളിച്ചം നമ്മളെ രൂപാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകുന്നു. ഒന്ന്, വെളിച്ചം നമ്മെ അന്ധകാരത്തിന്റെ പ്രകാശത്തിലേക്ക് രൂപാന്തരം ഉണ്ടാകുന്നു. രണ്ടാമത്, വെളിച്ചം നമ്മൾ മാറ്റം വരുത്തുന്നു. റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം.
ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും മാനസാന്തരത്തിന്റെ വെളിച്ചം നമ്മിലേക്ക് വരുവാനായി പൗലോസ്ലീഹ നമ്മൾ ആവശ്യപ്പെടുന്നത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഈ ലോകത്തിന് അനുരൂപമാകാതെ ആ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അതിന് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നു ഡിസിപ്ലിൻ യുവർ മൈൻഡ് എന്നാണ് അതിന്റെ കറക്റ്റ് തർജ്ജിമ. മനസ്സിനെ ശിക്ഷണവിധേയമാക്കുക, മനസ്സിനെ നിയന്ത്രിക്കുക, മനസ്സിനെ ഡിസിപ്ലിൻ ചെയ്യുന്നവരാണ് രൂപാന്തരം പ്രാപിക്കുവാനായി സാധിക്കുകയുള്ളൂ. മനസ്സിനെ ഡിസിപ്ലിൻ ചെയ്യുന്നവനെ ശിക്ഷണ വിധേയമാക്കുന്നവന്, മനസ്സിനെ നിയന്ത്രിക്കുന്നവന് മാത്രമേ വെളിച്ചത്തിൽ നടക്കുവാനായി സാധിക്കുകയുള്ളൂ. ഇത് പൗലോസ്ലീഹ പറയുന്നു, ഈ ലോകത്തിൽ അനുരൂപപ്പെടാതെ നിന്റെ മനസ്സിനെ ശിക്ഷണ വിധേയമാക്കുക. ഡിസിപ്ലിൻ യുവർ മൈൻഡ്. എന്താണ് ഡിസിപ്ലിൻ യുവർ മൈൻഡ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ദ വേ യു തിങ്ക്. നീ ചിന്തിക്കുന്നതിന്റെ പാറ്റേൺ ഓഫ് തിങ്കിങ്, നിന്റെ ചിന്താക്രമങ്ങൾ തന്നെ മാറേണ്ടിയിരിക്കുന്നു. നിന്റെ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറേണ്ടതാണ്. ഡിസിപ്ലിൻ യുവർ മൈൻഡ് എന്ന് പറയുമ്പോൾ അത് വേദപുസ്തകം നൽകുന്ന തർജ്ജിമ. ചേഞ്ച് യുവർ പാറ്റേൺ ഓഫ് തിങ്കിങ്. ഇതുവരെയും ചിന്തിച്ച പാതയിൽ നിന്ന് മാറി ചിന്തിക്കുന്നവർക്കാണ് മനസ്സിനെ ഡിസിപ്ലിനാക്കുവാൻ സാധിക്കുകയുള്ളൂ, പ്രകാശം ധരിക്കുവാനായി സാധിക്കുകയുള്ളൂ. പൗലോസിന്റെ ജീവിതത്തിൽ അതുവരെ ചിന്തിച്ചതിൽ വ്യത്യസ്തമായ ഒരു ചിന്താ സരണികൾ രൂപപ്പെടുകയാണ്. ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട ജനമേ, നമ്മൾ ഇന്ന് വെളിച്ചം ധരിക്കുവാനായി, വെളിച്ചത്തിൽ ജീവിക്കുവാനായി നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മൾ ഇതുവരെ ചിന്തിച്ചതിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതുവരെയുള്ള ജീവിത കാഴ്ചപ്പാടല്ല, നിരാശയിലുള്ള ഒരു ജീവിത കാഴ്ചപ്പാടാണ്. ആത്മഹത്യയുടെ വക്കീലാണെന്ന് ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചുവെങ്കിൽ ജീവിതം നിരാശയാണ്, പ്രത്യാശ നിലവിലല്ല എന്ന് ചിന്തിച്ചുവെങ്കിൽ ചേഞ്ച് ദ വേ യു തിങ്ക് അബൌട്ട് യുവർ ലൈഫ്. നീ ചിന്തിക്കുന്ന ആ ജീവിതത്തിന്റെ ചിന്ത, അതിന്റെ പാറ്റേൺ തന്നെ മാറേണ്ടിയിരിക്കുന്നു. ഡിസിപ്ലിൻ യുവർ മൈൻഡ്. പ്രകാശത്തിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും മനസ്സിനെ ശിക്ഷണ വിധേയമാക്കാം. അത് നമ്മുടെ ചിന്താ ഭാരങ്ങളെ നീക്കുന്നതാണ്. ഞാൻ വേഗത്തിൽ കടന്നു പോകുന്ന വെളിച്ചത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 9-ാം വാക്യം. വെളിച്ചം എന്നിൽ വരുമ്പോൾ, അതെന്നിൽ വീശുമ്പോൾ എന്റെ ഹൃദയത്തിൽ അന്ധകാരം നീങ്ങി എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കുന്നു. അതെന്റെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുന്ന വഴിയായി, എന്റെ മനസ്സിനെ ശിക്ഷണ വിധേയമാക്കുന്നത് വഴിയായി, ഞാൻ ചിന്തിക്കുന്ന എന്റെ ചിന്താ സരണികൾക്ക് മാറ്റം വരുന്നത് വഴിയായി ആ മനസ്സാന്റെ അനുഭവം ഉണ്ടാകട്ടെ. രണ്ടാമത്, വെളിച്ചത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത എഫേസ്യ ലേഖനം 5-ാം അധ്യായം 13-ാം വാക്യം. ഞാനും നിങ്ങളും വെളിച്ചത്തിൽ നടക്കുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്നത്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 13-ാം വാക്യം. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. മതി. വെളിച്ചം നമുക്ക് രണ്ടാമത് നൽകുന്നത് ബോധമാണ്. വെളിച്ചം ആദ്യം നമ്മൾ കണ്ടു. വെളിച്ചം നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. പുതിയ ചിന്താസരണികൾ എന്നിൽ രൂപം പ്രാപിക്കുന്ന വെളിച്ചം എന്നിൽ രണ്ടാമതുണ്ടാക്കുന്നത് ബോധമാണ്. നമുക്കറിയാം, ബോധമില്ലാത്ത പല മനുഷ്യരെ നമ്മൾ കാണാറുണ്ട്. ക്രിസ്തുമസിനനുബന്ധിച്ച് പ്രത്യേകിച്ചും കാണാറുണ്ട്. ഇന്നത്തെ പത്രം വായിച്ചപ്പോൾ കേരളത്തിലെ മദ്യത്തിന്റെ വിൽപ്പനയിൽ 30% വർധനമുണ്ടായി. ദൈവം അനുഗ്രഹിക്കാതെ നമ്മളെ ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. 30%. അത് ഏറ്റവും കൂടുതൽ വെച്ചത് 24-ാം തീയതി വൈകുന്നേരമാണ്. അന്ന് പലരും പള്ളി വന്നിട്ടുണ്ടാവില്ല. ബോധമില്ലാത്ത അവസ്ഥ. പാത്രിക്കാർ ആദ്യം കഴിഞ്ഞ ഒരു മനുഷ്യൻ ഞാൻ നോക്കും, മൂവാറ്റുപുഴ റോഡരികിൽ പാത്രിക പതാകയുമായി ഒരു കടയുടെ പേര് പറയില്ല, അതിന്റെ മുന്നിൽ ബോധമില്ലാതെ കിടക്കുന്നതായിട്ട് ഒരു പ്രാവശ്യം കാണാനായിടയായിട്ട് നമ്മുടെ പരിശുദ്ധ പാത്രീസ്ബാവയുടെ ഈ എമ്പളമുള്ള പതാകയുമായിട്ട് അദ്ദേഹം ഒരു പ്രസിദ്ധമായ സ്ഥലത്ത് കിടക്കുന്നുണ്ടായി. ബോധമില്ല. അനുഗ്രഹിക്കപ്പെട്ടവര്, ഈ വർഷം 30%
മദ്യവിൽപ്പനയിൽ വർധനവുണ്ടായി. ഏറ്റവും കുറഞ്ഞ മദ്യം കഴിച്ചിരിക്കുന്ന ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ്. എനിക്ക് ആശ്വാസം. അഭിനന്ദനായ ക്ലിമിസ് തിരുമേനി അവിടെ ചെന്നേപ്പിനെന്ന് തോന്നുന്നു. ഇടുക്കി ജില്ലയിൽ മദ്യപാനം വളരെ കുറവാണ്. ഏറ്റവും കുറഞ്ഞ അതിന് ശതമാനം ഇടുക്കി, ഏറ്റവും കൂടുതൽ എറണാകുളം, തൃശ്ശൂരാണ്. അവിടെയാണ് ക്രിസ്ത്യാനികൾ കൂടുതലായിട്ടുള്ള സ്ഥലം. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവര്, ബോധമില്ലാത്ത അവസ്ഥ വെളിച്ചം നമ്മിലേക്ക് വരുമ്പോൾ ഞാനും നിങ്ങളും വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമ്മൾക്ക് ബോധമുണ്ടായിരിക്കണം. നമ്മളുടെ മനസ്സിൽ യേശു ക്രിസ്തു ഉണ്ടായിരിക്കണം. ബോധം നഷ്ടപ്പെട്ടവരായ അനേകരെ നമുക്ക് കാണാം. മയക്കുമരുന്നിന്റെ അടിമയായി ബോധം നഷ്ടപ്പെട്ട അനേകം ചെറുപ്പക്കാർ കാണാം. ഇന്നൊരു അഭ്യന്തര ഒരു ധാരാളം വ്യക്തമാക്കിയുണ്ടായിരുന്നു പൈശാചിക ആരാധനയെ പറ്റി. അവിടെയെല്ലാം മനുഷ്യന്റെ പ്രജ്ഞാബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് വെളിച്ചത്തിന്റെ പ്രത്യേകത. ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആധുനിക മനുഷ്യനോട് പറയുവാനുള്ള സന്ദേശം ഇതാണ്: വെളിച്ചം നിന്നിൽ വരുമ്പോൾ നിനക്ക് ബോധമുണ്ടായിരിക്കും. കോൺഷ്യസ്നെസ്, ആ ബോധമുണ്ടായിരിക്കും. എന്താണ് കോൺഷ്യസ്നെസ്? എന്താണ് ബോധം? സെൽഫ് അവയർനെസ് ആൻഡ് പേഴ്സണൽ ഐഡന്റിറ്റി. സ്വയം എന്ന ബോധമാണ് കോൺഷ്യസ്. ഇംഗ്ലീഷ് ഭാഷയിൽ അത് തർജ്ജമ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഞാൻ ആരാണെന്ന് തിരിച്ചറിയുവാനായി വെളിച്ചം നമ്മൾ വരുമ്പോൾ സാധിക്കും. സെൽഫ് അവയർനെസ്, വേദപുസ്തകം അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്. ബോധമുള്ള ഒരു മനുഷ്യനെ കുറിച്ച് അവൻ ബുദ്ധിമാനെന്നതിലുപരിയായി ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ളതായ കഴിവുള്ളവൻ. സെൽഫ് അവയർനെസ്. ഞാനും നിങ്ങളും ആരാണ്? നമ്മൾ വെളിച്ചം ധരിച്ചവരാണ്. യേശു ക്രിസ്തുവിന്റെ മകനാണ്, മകളാണ്. ആ ബോധം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നിങ്ങൾ ബസ് സ്റ്റാൻഡിലൊക്കെ നിൽക്കാറുണ്ടല്ലോ. അവിടെ നിൽക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായ ഒരു ഐഡന്റിറ്റി ഇല്ല. വിവിധ തരത്തിലുള്ള ആളുകൾ നിങ്ങൾക്കൊരു പബ്ലിക് ബസ് സ്റ്റാൻഡിൽ കാണാം. എന്നാൽ ഈ കൺവെൻഷൻ മന്ദിരിക്കുന്ന ആളുകൾക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട്, ഒരു വ്യക്തിത്വമുണ്ട്. അവർ സുറിയാനി സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട വെളിച്ചത്തെ ധരിച്ചവരായ, വെളിച്ചത്തിൽ നടക്കുന്നതായ സത്യബോധമുള്ള ഒരു ജനസമൂഹമാണ് ഇന്ന് ഈ പന്തലിന്റെ കീഴിലിരിക്കുന്നത്. ദൈവത്തിനാൽ അനുഗ്രഹിക്കപ്പെട്ടവര്, യേശു ക്രിസ്തു എന്ന വെളിച്ചം എന്നിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ് ബോധമില്ലാതെ വഴിയരികിൽ നാം കിടക്കുന്നുവെങ്കിൽ ഞാൻ യേശു ക്രിസ്തുവിന്റെ മകനാണ്, ഞാൻ യേശു ക്രിസ്തുവിന്റെ മകളാണെന്നുള്ളതായ ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമ്മൾ ഇന്നത്തെ ഐഡന്റിറ്റി, കോൺഷ്യസ്നെസ്, ഞാൻ ആരാണെന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. മഹാനായ ബാബു പോൾ ഒരിടയ്ക്ക് ഭാഷാഭോഷണി മാസികയിൽ ഒരു കഥ എഴുതുകയുണ്ടായി. കാട്ടുതീയിൽ ആക്രമിക്കപ്പെട്ടിരുന്നതായ ഒരു സിംഹം ഓടുന്ന വഴിക്ക് സിംഹം പ്രസവിച്ചിട്ട് കുട്ടിയെ അവിടെ ഇട്ടിട്ട് കടന്നു പോവുകയുണ്ടായി. പുറകെ വന്ന ആട്ടിൻകുട്ടികൾ ആ ചോരയിൽ വീണടക്കുന്ന സിംഹക്കുട്ടിയെ എടുത്ത് ആട്ടിൻകുട്ടിയിൽ ഒരുവനായി അതിനെ വളർത്തി. ആ ആട്ടിൻകുട്ടിയിൽ അത് വളർന്ന സിംഹം ഒരു വളരെ യുവാവായ നല്ല ആരോഗ്യത്തിലുള്ള സിംഹമായി വളർന്നു. അപ്പോൾ മറ്റൊരു സിംഹം ആട്ടിൻകുട്ടിയുടെ ഇടയിൽ സിംഹത്തെ കാണാൻ ഇടയായിത്തീർന്നു. അവന് വളരെ നാണക്കേടായി. ഞങ്ങളൊരാള് ആട്ടിൻകൂട്ടത്തിൽ വളരുക എന്നത് വളരെ വളരെ മോശമാണ്. അദ്ദേഹം ആ സിംഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ആട്ടിൻകുട്ടിയല്ല, നീ അബദ്ധത്തിൽ പെട്ടുപോയ ആളാണ്, നിന്റെ ഐഡന്റിറ്റി സിംഹമാണ്, അത് നീ തിരിച്ചറിയണമെന്ന് പറഞ്ഞ് ആ മനുഷ്യനെ, ആ സിംഹത്തെ ആ ഒരു അരുവിയുടെ തീരത്തെ കൊണ്ടുപോയി അതിൽ അദ്ദേഹത്തിന് ആ സിംഹത്തിന് നിഴലടിച്ച് അതിനെ തിരിച്ചറിയിപ്പിച്ചു എന്ന് അവിടെ നാം വായിക്കും. ആധുനിക മനുഷ്യന്റെ സത്താബോധമാണ്. ഞാനും നിങ്ങളും ആരാണെന്ന് തിരിച്ചറിയുവാനെന്ന് കഴിയുന്നില്ല. നമ്മൾ ഇന്ന് വളരെ മിക്സായിട്ടിരിക്കുന്നു. ഞാൻ ആരാണ്? ഞാൻ പ്രകാശം ധരിച്ചവനാണ്, ഞാൻ യേശു ക്രിസ്തു എന്നിൽ വസിക്കുന്നവനാണെന്ന് ഞാൻ പലരുടെയും കൂടെ സമ്മിശ്രമായി ജീവിച്ച് ഈ പ്രകാശത്തിന്റെ അനുഭവം നഷ്ടപ്പെടുത്തുന്നവനായിരിക്കരുത്, ബോധമില്ലാത്തവനായിരിക്കരുത്, കോൺഷ്യസ്നസ് ഇല്ലാത്തവനായിരിക്കരുത്. ഞാൻ യേശു ക്രിസ്തുവിന്റെ മകനും മകളുമാണെന്നുള്ള തിരിച്ചുവരവ്. ആ സിംഹം ആട്ടിൻകുട്ടിയിൽ നിന്ന് വേർവിട്ട് തന്റെ സത്യതയെക്കുറിച്ചുള്ള ബോധം കൊണ്ട് അത് വീണ്ടും സിംഹത്തിന്റെ
കൂട്ടിലേക്ക് പോയി എന്ന കഥയിലൂടെ വായിക്കുന്നത്. ആധുനികരായ മനുഷ്യരെ, എനിക്കും നിങ്ങൾക്കുള്ള സന്ദേശം ഇതാണ്. നമ്മൾക്കിന്ന് വ്യക്തിത്വം നഷ്ടപ്പെടുകയാണ്. ക്രൈസ്തവനെ തിരിച്ചറിയുവാനായി സാധിക്കുന്നില്ല. പഴയകാലത്ത് വേഷത്തിൽ തിരിച്ചറിയാമായിരുന്നു. നമ്മൾക്കെല്ലാം ഓരോ പ്രത്യേക വേഷങ്ങളുണ്ടായിരുന്നു. സംസാരം തിരിച്ചറിയാമായിരുന്നു. ഇന്ന് നമ്മളെ തിരിച്ചറിയുന്നില്ല. ഈ വചനം, ദൈവവചനം എന്ന വെളിച്ചം, യേശുക്രിസ്തു എന്ന വെളിച്ചം നമ്മളിൽ ഉണ്ടാക്കുന്നത് ഒന്നാമത് സത്വബോധമാണ്. ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകുന്നു. ഞാൻ ആരാണ് തിരിച്ചറിയാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. അടിമാലിയിലെ എല്ലാ വെള്ളിയാഴ്ച അവിടെ ധ്യാനയോഗം നടക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം അവിടെ ചെന്നപ്പോ 2-3 പിള്ളേരെ താഴെ കളിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒരുത്തനായിട്ട് പിടിച്ച് നല്ല ചവിട്ടും തൊഴിയാണ്. 5 വയസ്സുണ്ട്. അത് കഴിഞ്ഞ് ചവിട്ടും തൊഴി ഞാൻ അവിടെ ചെന്നപ്പോ തൊഴിയും കൊടുത്തിട്ട് അവനെ പിടിച്ച് തിരുമേനി ഇവന്റെ തലയ്ക്ക് വെച്ചൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഇവൻ അവനെ തൊഴിച്ച് നാശാക്കിയിട്ട് അവനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ അവനും പ്രാർത്ഥിച്ചു, 2 പേർക്കും പ്രാർത്ഥിച്ചു. സ്വയം തിരിച്ചറിയുവാനായി നമുക്ക് സാധിക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ ആരാണ്, അത് വെളിച്ചം നമ്മളിൽ വരുമ്പോഴാണ്. രണ്ടാമത് ബോധം വരുന്നത് കോൺഷ്യസ്നെസ്, ബീയിങ് awake and responsive to the environment. എനിക്കും നിങ്ങൾക്കും വെളിച്ചമെന്ന ബോധം നമ്മളിലേക്ക് വരുമ്പോൾ, ഒന്നാമത് നാം കണ്ടു ഞാൻ ആരാണെന്ന് തിരിച്ചറിയുവാനുള്ള ബോധം വെളിച്ചമെന്ന പ്രകാശത്തിൽ നടക്കുമ്പോൾ സാധിക്കും. രണ്ടാമത് ബീയിങ് awake and responsive to the environment. ഉണർന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റവരും നമ്മളുടെ പരിസരങ്ങളെക്കുറിച്ച് ഉത്തരവാദിത്വമുള്ളവനാണ് സത്താബോധമുള്ളവൻ, ബോധമുള്ളവൻ. വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നവരും ഉത്തരവാദിത്വ ബോധമുള്ളവരുമായി തീരും. യേശുക്രിസ്തു എന്ന വെളിച്ചം എന്നിലും നിങ്ങളിലേക്കും പ്രകാശിക്കുമ്പോൾ നമ്മൾ ഉത്തരവാദിത്വമുള്ളവരായിരിക്കും. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിനോട്, നമ്മൾ ജീവിക്കുന്ന സഭയോട്, നമ്മൾ ജീവിക്കുന്ന കുടുംബത്തോട് നാം എവിടെയായിരിക്കുന്നു, we are responsive to the environment in which we have been living. നാം ജീവിക്കുന്ന സാഹചര്യങ്ങളോട് ഉത്തരവാദിത്വമുള്ളവനാണ്, ബോധമുള്ളവനെന്ന് ആ വാക്ക് വ്യാഖ്യാനിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട ജനമേ, എന്നിലും നിങ്ങളും വെളിച്ചം കടന്നു വരുമ്പോൾ നമ്മുടെ സമൂഹത്തോട്, നാം ജീവിക്കുന്ന കാലഘട്ടത്തിനോട് ഉത്തരവാദിത്വമുള്ളവരായിരിക്കും. കുടുംബത്തോട് ഉത്തരവാദിത്വമുള്ളവരായിരിക്കും. നല്ല ഭർത്താവായി, നല്ല ഭാര്യയായി, നല്ല അമ്മയായി, നല്ല അപ്പനായി, നല്ല മകളായി ജീവിക്കുവാൻ തക്കവണ്ണമുള്ള ഉത്തരവാദിത്വ ബോധം കോൺഷ്യസ്നെസ് എന്ന് വേദപുസ്തകം പഠിക്കുന്നു. ദൈവത്തിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് വെളിച്ചം കടന്നു വരട്ടെ. നാം ജീവിക്കുന്ന സാഹചര്യത്തിൽ ഉത്തരവാദിത്വ ബോധമുള്ളവരായി ജീവിക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ജീവിതത്തിൽ ഉത്തരവാദിത്തമില്ലാതെ അലസ്യമായി ജീവിതത്തെ ഏൽപ്പിച്ചതായ താലന്തുകളെ വിഭാവനം ചെയ്യാതെ അലസ്യമായി കൈകാര്യം ചെയ്തവരായ ഞാനും നിങ്ങൾക്കും ഇതാ വെളിച്ചമെന്ന അത് നമ്മളിലേക്ക് വരുമ്പോൾ പുതിയൊരു സത്വബോധം നമ്മളിലുണ്ടാകുന്നു. ബോധത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത മോറൽ കോൺഷ്യസ്നെസ് ആണ്. ധാർമ്മികമായ ഉൾക്കാഴ്ചകൾ. എനിക്ക് നിങ്ങൾക്കും വെളിച്ചമെന്ന ബോധം മൂന്നാമത് നൽകുന്ന പ്രത്യേകത മോറൽ കോൺഷ്യസ്നെസ്. അതിനിങ്ങനെ വ്യാഖ്യാനിക്കുന്നു, എ ലൈഫ് ഫുള്ളി നോൺ ടു ഗോഡ്. ദൈവത്തിനെല്ലാം അറിയുന്നതായ ഒരു ജീവിതമാണ് മോറൽ കോൺഷ്യസ്നെസ്. എല്ലാം നഗ്നതും മലർന്നതുമായി ദൈവദർശനയെ തുറന്ന പുസ്തകമായി നിൽക്കുന്നതാണ് മൂന്നാമത് ബോധം. വെളിച്ചം നമ്മളിലേക്ക് വരുമ്പോൾ ബോധം നമ്മളിൽ സൃഷ്ടിക്കുന്നത് ദൈവത്തിനോട്, ദൈവം അറിയാവുന്നതായ, ദൈവം മനസ്സിലാക്കുന്നതുമായി ദൈവത്തിന് തുറന്നു കൊടുത്തതായ ജീവിതം, ഒരു പുസ്തകം പോലെ മറന്നു വെച്ചിരിക്കുന്നതായ ജീവിതം, ആ രഹസ്യമായി നമ്മൾ താലോലിക്കുന്നതായ പാപാശുദ്ധികളിൽ നിന്ന്, രഹസ്യമായി പാപവികാരങ്ങളിൽ നിന്ന് ദൈവം മനസ്സിലാക്കുന്നതായ ഒരു തുറന്ന ജീവിതത്തിന്റെ വക്താക്കളായി തീരുന്നതാണ് ബോധം വെളിച്ചം നൽകുന്നതായ പ്രത്യേകത എന്ന് പറഞ്ഞ് ഞാൻ വേഗത്തിൽ കടന്നു പോകുന്നു. വെളിച്ചം രണ്ടാമത് നൽകുന്നത് ബോധമാണ്. ഞാനും നിങ്ങളും ആരാണെന്നുള്ള തിരിച്ചറിവ്. യേശുക്രിസ്തുവിന്റെ വെളിച്ചം,
ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ നമുക്ക് സാധിക്കട്ടെ. രണ്ടാമത് വെളിച്ചത്തിന്റെ അബോധം രണ്ടാമത് നൽകുന്നത് റെസ്പോൺസീവ് ബീങ് അവൈക്ക്, ഉറക്കമുണർന്ന് ഉത്തരവാദിത്വമുള്ള ഒരു ക്രിസ്തീയ ജീവിതം. മൂന്നാമത് ബോധമുള്ളവന് ഉണ്ടാകുന്നത് ദൈവം അറിയുന്ന, ദൈവം മനസ്സിലാക്കുന്ന ഒരു ജീവിതം. ദൈവം വെളിച്ചം ബോധം വരുത്തുന്നു. ഈ ആശയം നമ്മൾ അനേകം തവണ നമ്മുടെ കുർബാനയിൽ പാടുന്നുണ്ട്. മുഴുവൻ ചിന്താവിഷയം ആ പാട്ടിലുണ്ട്. ഇന്നും നാളെയും ഇനി എല്ലാ ദിവസവും പ്രസംഗിക്കുന്ന ആശയം മുഴുവനും ആ 4-5 ലൈനുകളായിട്ട് പിതാക്കന്മാർ ഒരുക്കിയിരിക്കുന്നു. കർത്താവേ, നീ പ്രകാശമാകുന്നു, നിന്നിൽ ഞങ്ങൾ പ്രകാശിക്കുന്നു, നിന്നിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു, അങ്ങയുടെ പ്രകാശം ഞങ്ങളെ പ്രജ്വലിപ്പിക്കണമേ. മൂന്നാമത് വെളിച്ചത്തിൽ നടക്കുമ്പോൾ മൂന്നാമത്തെ സംഗതി, സങ്കീർത്തന പുസ്തകം 119 അധ്യായം 105 വാക്യം എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ്. വെളിച്ചത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത, സങ്കീർത്തന പുസ്തകം 119 അധ്യായം 105 വാക്യം എല്ലാവർക്കും കാണാതെ അറിയാവുന്ന വാക്യമാണ്. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശമാകുന്നു. മൂന്നാമത്തെ വെളിച്ചം ദൈവവചനമാണ്. വെളിച്ചത്തെ ദൈവവചനമായിട്ട് ചിത്രീകരിച്ച് പല വാക്യങ്ങൾ നമുക്ക് കോട്ട് ചെയ്യാൻ സാധിക്കും. വെളിച്ചം എന്ന് പറയുന്നത് ദൈവവചനമാണ്. ആ വചനം നമ്മെ പ്രകാശത്തിലേക്ക് നയിക്കുന്നു. ആ വചനമാകുന്ന വെളിച്ചം നമ്മുടെ ഇരുണ്ട ഇടനാഴികളെ പ്രകാശമാക്കുന്നു. ദൈവത്തിനാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ, അനേകം ആളുകളെ ഈ വചനം എന്ന വെളിച്ചം പ്രദീപ്തമാക്കിയിട്ടുണ്ട്, പ്രജ്വലിപ്പിച്ചിട്ടുണ്ട്. അനേകം ഹൃദയങ്ങളെ ഈ വെളിച്ചം പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ഈ ദൈവവചനം അനേകം ആളുകളിലേക്ക് പ്രകാശം പരത്തിയിട്ടുണ്ട്. ഞാനും നിങ്ങളും ഇന്ന് ഈ കൺവെൻഷൻ മന്ദിരത്തിൽ ആയിരിക്കുന്നതിന് ഉദ്ദേശം തന്നെ ഈ വചനത്തിനെ നമ്മൾ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ സാധിക്കുന്നത് പ്രത്യാശയാണ്. അതിനുവേണ്ടി സമർപ്പിക്കുന്നതിന്റെ ഭാഗമാണ് ഇന്ന് ഈ രാത്രികാലം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഈ ദൈവജനമാകുന്ന വെളിച്ചത്തിലേക്ക് നമുക്ക് കാതോർക്കുവാനായി സാധിക്കാം. കഴിഞ്ഞ ജനുവരിയിൽ തൃശ്ശൂർ ഭദ്രാസനത്തിന്റെ വളരെ മനോഹരമായ ഒരു കൺവെൻഷൻ നടക്കുകയുണ്ടായി. അഭ്യന്തരായ എൽസിബിഎസ് തിരുമേനിയാണ് അറേഞ്ച് ചെയ്തത്. ആ കൺവെൻഷൻ ഒരു ദിവസം പ്രസംഗിക്കാനായി ഞാൻ കടന്നു ചെന്നു. ആ പ്രസംഗം കഴിഞ്ഞ് സ്റ്റേജിൽ നിറങ്ങി വന്നപ്പോൾ ഒരു യുവാവ്, 24 വയസ്സുള്ള ഒരു യുവാവ് പറഞ്ഞു, ഞാൻ പ്രസംഗിച്ച റോമാലേഖനം 6:12 അനീതിക്കായുധമായി നിങ്ങളുടെ ശരീരത്തെ സമർപ്പിക്കുന്ന വാക്യം അദ്ദേഹം എന്നോട് പറഞ്ഞു. എന്നെ അതിയായി സ്പർശിച്ചു ആ വാക്യം. ഞാൻ അദ്ദേഹത്തെ കൂടുതൽ സംസാരിക്കുവാനായിട്ട് സമയം കിട്ടില്ല. ഒരു യുവാവിനെ ഒരു വചനം അത് അതിയായി സ്പർശിച്ചു. വേദവാക്യങ്ങൾ അത് വെളിച്ചമായി ഹൃദയത്തിലേക്ക് ഇരുവായിട്ടുള്ള വാളുകളായി ആഴ്ന്നിറങ്ങുവാൻ, നമ്മെ സ്പർശിക്കുവാൻ, ഈ വെളിച്ചം നമ്മിലേക്ക് വരുവാൻ തക്കവണ്ണം നമുക്ക് ഇന്ന് സമർപ്പിക്കാം. നമ്മുടെ ഹൃദയത്തിൽ ഇരുളുണ്ടെങ്കിൽ ഇത് ദൈവത്തിനായി സമർപ്പിക്കാം. ആ വചനം എന്ന വെളിച്ചത്തിന് വേണ്ടി കാതോർക്കാം. സുറിയാനി പാരമ്പര്യങ്ങളിൽ വചനം എന്ന് പറയുന്നത് 3 രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ഒന്ന്, വേർഡ് ഓഫ് ഗോഡ്, ജീസസ് ഹിംസെൽഫ്. ദൈവവചനം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ് ഒന്നാമത്തെ അർത്ഥം. നമ്മൾ പൊതുവായി വിചാരിക്കുന്ന ഒരു പ്രസംഗം മാത്രമല്ല ദൈവവചനം. സുറിയാനി പാരമ്പര്യങ്ങളിൽ വചനം എന്ന് പറയുന്നത് ഒന്നാമത്തെ അർത്ഥം യേശു ക്രിസ്തു തന്നെയാണ്. യേശു വചനം സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഒന്നാമത്തെ ഫലം യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക. യോഹന്നാൻ സുവിശേഷം
1-ാം അധ്യായത്തിൽ ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. വെളിച്ചം നമ്മെ വചനമെന്ന യേശുക്രിസ്തു എന്ന വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് വെളിച്ചമായി കടന്നു വരണം. ദൈവവചനം അത് യേശുക്രിസ്തുവാണെന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമത് ദൈവവചനം വിശുദ്ധ വേദപുസ്തകമാണ്. നമ്മുടെ പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത് റിട്ടൺ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വെളിപാടുകളാണ് ദൈവവചനം. യേശുക്രിസ്തു എന്ന വചനത്തിന്റെ എഴുതപ്പെട്ടതായ ഭാഗങ്ങളാണ് 3. ദ പ്രൊക്ലൈംഡ് വേർഡ്, ഞാൻ പ്രസംഗിക്കുന്നത് ദൈവവചനമാണ്. 3 വിഭാഗത്തിലാണ് നമ്മൾ ദൈവവചനത്തെ നമ്മുടെ പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത്. ഇത് 3 നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. പ്രകാശത്തെ ധരിക്കുന്നവൻ, പ്രകാശത്തിൽ നടക്കുന്നവൻ, ഇത് 3 വേണം. 1 യേശുക്രിസ്തു വേണം, 2 സഭ വേണം, 3 സുവിശേഷം വേണം. ഇത് 3 സമയക്കായി നിലനിൽക്കുന്നതാണ്. ഇന്ന് ചിലർക്ക് സഭയില്ലാത്ത സുവിശേഷമുണ്ട്. അത് പറയുവാനുള്ള വേദിയല്ലല്ലോ, വിമർശിക്കുവാനുള്ള വേദിയല്ലോ ഇത്. പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് ദൈവവചനം 3 തലങ്ങളിൽ നിൽക്കുന്നു. യേശുക്രിസ്തു, സഭ, സഭയോടുള്ള സുവിശേഷം. ഇതാണ് പ്രകാശത്തിന്റെ ആധാരം. ആ ദൈവവചനം പലരെയും മാറ്റിമറിക്കുന്നുണ്ട്. പലരിലേക്കും അത് പ്രകാശം ജ്വലിപ്പിക്കുന്നുണ്ട്. പലരെയും ദൈവവചനം മാറ്റി അത് വിമർശന വിധേയമാക്കുവാൻ ആ വചനത്തിന്റെ 3 തലങ്ങളിലുള്ള സ്വീകരണം നമുക്ക് വ്യക്തമാക്കും. അഭിമന്യനായ ഈവാനിയോസ് തിരുമേനി അമേരിക്കയിലുണ്ടായിരുന്നപ്പോൾ അച്ഛനായ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. തിരുമേനി നല്ല രീതിയിൽ കൂർക്കം വരിക്കുമായിരുന്നു. ഞങ്ങൾ അടുത്ത മുറികളിലാണ് കടന്നിരുന്നത്. തിരുമേനി വളരെ ശക്തമായിട്ട് കൂർക്കം വരിക്കുകയാണ്. അപ്പൊ ഞാൻ തിരുമേനിയോട് ഒരിക്കൽ പറഞ്ഞു, തിരുമേനി കൂർക്കം വലി അടച്ചു കൂട്ടാൻ പറ്റിയ ഒരു മെഷീൻ ഇവിടെ അമേരിക്ക കിട്ടും, അതോരണം വാങ്ങിയാല് നല്ലതിനും നമ്മെ കറക്റ്റ് ചെയ്യുക. ഞാൻ കൂർക്കം വരിക്കേണ്ടെന്ന് എനിക്ക് അന്നാ മനസ്സിലായില്ല. എന്റെ ഭാഗം ക്ലിയർ ആയിരിക്കും ഞാൻ തിരുമേനിന്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിക്കും. തിരുമേനി കിടത്തി ഉറക്കുന്ന ശക്തമായ കൂർക്കം വലിയ. തിരുമേനി 2 ദിവസമായിട്ട് തിരുമേനി എഴുന്നേറ്റിരിക്കുക, എന്റെ കൂർക്കം വലിയുണ്ട്. നമ്മളാരും തിരിച്ചറിയുന്നില്ല, നമ്മളെ ആരെങ്കിലും തിരുത്താതെ നമ്മൾ തിരിച്ചറിയില്ല. ഇവിടെയാണ് വചനത്തിന്റെ പ്രസക്തി. വചനം നമ്മെ തിരുത്തും. വചനമെന്ന വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് നമ്മെ തിരുത്തും. വചനം നൽകുന്ന 2ാമത്തെ വെളിച്ചം റോമാലേഖനം 5-ാം അധ്യായം 15-ാം അധ്യായം 4-ാം വാക്യം. ദൈവവചനം നമ്മെ ആ വെളിച്ചം രണ്ടാമത് നമ്മളിൽ സൃഷ്ടിക്കുന്നതായ ആ ബോധം. റോമാലേഖനം 15-ാം അധ്യായം 4-ാം വാക്യം വളരെ ശ്രദ്ധയോടെ കേൾക്കുക. റോമാലേഖനം 15-ാം അധ്യായം 4-ാം വാക്യം. എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായി നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരത ആശ്വാസം പ്രത്യാശ മതി. തിരുവെഴുത്തുകൾ നമുക്ക് നൽകുന്നത് സ്റ്റെബിലിറ്റിയാണ്, സ്ഥിരതയാണ്, പ്രത്യാശയാണ്, പിന്നെന്താണ്? ആശ്വാസമാണ്. ഇതാണ് വചനം വെളിച്ചമെന്ന് പിതാക്കന്മാർ പറയുന്നത്. തിരുവചനം നമ്മൾക്ക് സ്ഥിരത നൽകുന്നു. ജീവിതത്തിൽ വിശുദ്ധരായി ജീവിക്കുവാൻ, മനസ്സാന്തരത്തിന്റെ ഫലങ്ങളെ ജീവിക്കുവാൻ ജീവിതത്തിന് സ്ഥിരത നൽകുന്നത് വചനമെന്ന വെളിച്ചം എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ സ്ഥിരമായ വിളിക്ക് യോഗ്യമായ വിധത്തിൽ സ്ഥിരതയുള്ളതായ ഒരു ജീവിതം നയിക്കുവാൻ വചനം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആ പ്രകാശം നമ്മളിലേക്ക് സാധിക്കുന്നു. ജീവിതത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കുക. വചനം നമ്മെ അതിനെ നയിക്കും. ദൈവവിശ്വാസത്തിൽ സ്ഥിരതയോടെ ജീവിക്കുവാൻ വചനം നമ്മെ നയിക്കുന്നു. 2, വചനം പ്രത്യാശ നൽകുന്നു. ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട മനുഷ്യർക്ക്, ജീവിതം അവസാനിപ്പിക്കുന്ന മനുഷ്യർക്ക്, ജീവിതം കടക്കണിയിലായവർക്ക് നാളെ എന്താണെന്ന് ചിന്തിക്കുവാനായി, നാളത്തെ എന്താണെന്ന് ചിന്തിക്കുന്നതായി വൈഷമ്യത്തിലായിരിക്കുന്ന, ആകുലതയിലായിരിക്കുന്ന, പ്രതീക്ഷ നഷ്ടപ്പെട്ട ആധുനിക തലമുറയ്ക്ക് വചനം എന്ന വെളിച്ചം പ്രതീക്ഷ നൽകുന്നു. 3, വചനം എന്ന വെളിച്ചം അത് പ്രത്യാശ, അത് ആശ്വാസം നൽകുന്നു. ദൈവത്തിനാൽ അനുഗ്രഹിക്കപ്പെട്ടവര്, വെളിച്ചമെന്ന വചനം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ 1
അവ നമ്മെ തിരുത്തുന്നു. പാപത്തെ കുറിച്ച് ബോധമുള്ളവരായി അറിവുള്ളവരായി തീരുവാൻ, പാപം എന്താണെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം വചനം നമ്മെ വഴി നടത്തുന്നു. വചനം വെളിച്ചം നടത്തുന്നു. രണ്ടാമത് അത് സ്ഥിരത നൽകുന്നു. ജീവിതത്തിൽ സ്ഥിരബുദ്ധിയുള്ളവരായി വിളി അർഹമായി മുന്നോട്ട് പോകാൻ രണ്ടാമത് പ്രത്യാശ നൽകുന്നു. മൂന്നാമത് അത് ആശ്വാസം നൽകുന്നു. ദൈവവചനം പലർക്കും ആശ്വാസം നൽകുന്നു. പലരുടെയും പ്രക്ഷുബ്ധമായ മനസ്സുകളെ വചനമെന്ന വെളിച്ചം ശാന്തമാക്കുവാനായി സാധിക്കുന്നു. ദൈവത്തിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വേഗത്തിൽ കടന്നു പോകുന്നു. വെളിച്ചത്തിന്റെ ധാരാളത്തെ പ്രത്യേകത 1 യോഹന്നാൻ 1:6-7 വാക്യങ്ങൾ. വെളിച്ചം വെളിച്ചത്തിൽ നടക്കുന്നവരുടെ, വെളിച്ചം ധരിച്ചവരുടെ നാലാമത്തെ പ്രത്യേകത 1 യോഹന്നാൻ 1:6-7 വാക്യങ്ങൾ. അവനോട് കൂട്ടായ്മ ഉണ്ട്, അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു. സത്യം പ്രവർത്തിക്കുന്നില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ അതാണ് നമ്മുടെ വാക്യം. വായിച്ചു. നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. വെളിച്ചത്തിൽ നടക്കുന്നവന്റെ നാലാമത്തെ പ്രത്യേകതയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ നിങ്ങളും വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. ഫെലോഷിപ്പ്, കൊയിനോണിയ, അത് നമുക്ക് പരിചയമുള്ള ടൈമാണ്. കൊയിനോണിയ പെരുമ്പാവൂരുകാർക്ക് പ്രത്യേകിച്ച് ആ പേര് വളരെ പരിചയമുള്ളതാണ്. കൊയിനോണിയ വെളിച്ചം, കൂട്ടായ്മയുടെ അനുഭവമാണ്. ഞാൻ നിങ്ങൾ വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്, നമുക്ക് തമ്മിൽ ഐക്യമുണ്ട്, നമുക്ക് തമ്മിൽ ഒരു സഹോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുവാനായി സാധിക്കും. വെളിച്ചം കൂട്ടായ്മയുടെ അനുഭവമാണ്. നമുക്ക് ആരോടൊക്കെയാണ് കൂട്ടായ്മയുള്ളത്? കൂട്ടായ്മ, കൊയിനോണിയ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ക്ലോസ് റിലേഷൻഷിപ്പ് എന്നാണ്. അഗാധമായ അടുത്ത ബന്ധം, ദൈവത്തോടും മനുഷ്യനോടുമുള്ള അടുത്ത ബന്ധമാണ് കൊയിനോണിയ. കൊയിനോണിയയിൽ താമസിക്കുന്ന എല്ലാവർക്കും ആ ബന്ധമുണ്ടായിരിക്കട്ടെ. അടുത്ത ബന്ധം, ക്ലോസ് റിലേഷൻഷിപ്പ്, ഗ്രീക്ക് ഭാഷയിൽ അതിനെ കൊയിനോണിയ, അടുത്ത ബന്ധം. ആരൊക്കെയാണ്? ആ വാക്യത്തിൽ നാം വായിച്ചു. ദൈവത്തിനോട് കൂട്ടായ്മ, മനുഷ്യനോട് കൂട്ടായ്മ. ഞാനും നിങ്ങളും വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുടെ അനുഭവമുണ്ട്. കൂട്ടായ്മ എന്ന് പറയുന്നത് അഗാധമായ ബന്ധമാണ്. നമ്മൾ വിചാരിക്കും കൂട്ടായ്മ എന്ന് ഡ്രമ്മടിച്ച് പാടി ഒച്ചപ്പാടുണ്ടാക്കുന്ന, അങ്ങനെയുണ്ട് കൂട്ടായ്മയ്ക്ക് അർത്ഥം. എങ്കിലും അതിന്റെ ശരിയായ അർത്ഥം അഗാധമായ ബന്ധം, അഗാധമായ അടുപ്പം, മനുഷ്യനും തമ്മിലുള്ളതായ പരസ്പരമായ ബന്ധം, ദൈവമായുള്ള അഗാധമായ ബന്ധം. ആധുനിക മനുഷ്യന് പലതിനോടും കൂട്ടായ്മകളുണ്ട്. പല രീതിയിൽ കൂട്ടായ്മ മനുഷ്യർ കൂടുന്നുണ്ട്. ഒരിക്കല് വയനാട്ടിൽ ഞങ്ങളൊരു സദ്യക്ക് യോഗത്തിന് പോകുമ്പോ ഒരു മനുഷ്യര് ഞങ്ങളുടെ കൂടെ പോന്നു. ഞങ്ങൾ പകുതി സ്ഥലത്ത് വന്നപ്പോ അദ്ദേഹം വേറൊരു സ്ഥലത്തേക്ക് പോയി. അവിടെ ചെറിയൊരു ചാരായ നിരോധിക്കുന്നതിന് ചെറിയൊരു ചാരായ ഷാപ്പ് ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ചേട്ടാ ഞങ്ങളുടെ കൂടെ പോയിരുന്നത് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എന്റെ കൂട്ടായ്മ ഇന്ന് ഇവിടെയാണെന്ന് പറഞ്ഞു. കൂട്ടായ്മ നമ്മളുടെ പല രീതിയിൽ നമ്മൾ നടത്താറുണ്ട്, പല രീതിയിൽ നമ്മൾ കൂട്ടായ്മ കാണാറുണ്ട്. പലതിനോടും മനുഷ്യർ കൂട്ടായ്മയുണ്ട്, പലതിനെയും നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാരനായി, നമ്മുടെ കൂട്ടുകാരിയായി പലതിനോടും നമുക്ക് ക്ലോസ് അഫിനിറ്റി, ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ട്. ഈ ലോകത്തിന്റെ പലതിനോടും ഒരുപക്ഷെ നമ്മൾ അമിതമായി ബന്ധപ്പെട്ടിരിക്കാം. കൊയിനോണിയ പലതിനോടും നമ്മൾക്കുണ്ട്. പല രീതിയിലായി ലൗകിക സുഖങ്ങളോടുണ്ട്, മാധ്യമങ്ങളോട് അടുപ്പമുള്ളവർക്കുണ്ട്, മാർക്കറ്റിനോട് അടുപ്പമുള്ളവരോടുണ്ട്, പലതിനോടും കൂട്ടായ്മയുണ്ട്. മാധ്യമങ്ങളെ ഏറ്റവും സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ. കഴിഞ്ഞ മാസം ശ്രേഷ്ഠ ബാവാട് ഒന്നിച്ച് ഗൾഫിലായിരുന്നപ്പോൾ അലയിൽ നിന്ന് ഷാർജയിലേക്ക് ഞങ്ങൾ പോരുമ്പോൾ അവിടുത്തെ ലോക്കൽ റേഡിയോ സ്റ്റേഷൻ FM റേഡിയോ ഇങ്ങനെ കാറിലിടുന്നുണ്ടായിരുന്നു. അതിനകത്തൊരു പരസ്യം ഇങ്ങനെ കാണുവാനിടെ ഭർത്താവ് ഭാര്യയോട് ചോദിക്കുക, നിനക്ക് എന്നോട് എപ്പോഴാണ്
ഏറ്റവും കൂടുതൽ സ്നേഹവും ബഹുമാനവും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതെന്ന് ഭർത്താവ് ഭാര്യയോട് ചോദിക്കും. അപ്പൊ ഭാര്യ പറഞ്ഞു, അങ്ങൊരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തപ്പോഴാണ് എനിക്ക് ഏറ്റവും സ്നേഹവും ബഹുമാനവും ഉണ്ടായത്. LIC-കാരുടെ പരസ്യമാണ്. ഇവിടെ ഏജന്റുമാരൊക്കെ ഉണ്ടാവാം, അത് ഗൾഫിലെ കാര്യമാണ്. മാധ്യമങ്ങളോട് നമ്മൾ കൂട്ടായ്മയുണ്ട്. ഭർത്താവിനോട് മനുഷ്യനിൽ സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും ബഹുമാനവും ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോഴാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ കൂട്ടായ്മ ആരോട്? നമ്മൾ ആരെയാണ് കൂടെ കൊണ്ട് നടക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങളാണ് ആധുനിക ലോകത്തിന്റെ കൂട്ടായ്മ പലതിനോടുമായിരിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, നിങ്ങളുടെ കൂട്ടായ്മ നിങ്ങൾ പരസ്പരം കൂട്ടായ്മ ആചരിക്കുന്നവർ വെളിച്ചത്തിൽ നടക്കുകയാണ്. ഏതും തോട്ടത്തിൽ ആദ്യത്തെ അവസ്ഥ കൂട്ടായ്മയുടെ അനുഭവമാണ്. ദൈവം, മനുഷ്യൻ, പ്രകൃതി ഇവയെല്ലാം കൂട്ടായി ഏറ്റവും വലിയ കൊയിനോണി അവിടെയാണ് നാം കാണുന്നത്. ഏറ്റവും വലിയ കൊയിനോണി കാണുന്ന പെരുമ്പാവൂരല്ല, ഏതും തോട്ടത്തിലാണ് ഏറ്റവും വലിയ കൊയിനോണി നമ്മൾ കാണുന്നത്. അവിടെ ദൈവവും മനുഷ്യനും പ്രപഞ്ചവും തമ്മിലുള്ള ഒരു കൂട്ടായ്മ അനുഭവം, പാപത്തിന് തൊട്ടുമുള്ളതായ അനുഭവം. കൂട്ടായ്മ നഷ്ടപ്പെട്ടവരാണ് പാപത്തിന്റെ അവസ്ഥയിലേക്ക് വരുന്നത്. വിശുദ്ധ വേദപുസ്തകം ഏത് രീതിയിൽ കൂട്ടായ്മ ആചരിക്കുവാനാണ് നമ്മൾ പറയുന്നത്? 1 യോഹന്നാൻ 1:3 ആദ്യത്തെ കൂട്ടായ്മ ആരോടാണെന്ന് നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ 1:3 നിങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടത്, നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ ശ്രദ്ധിച്ചു കേൾക്കുക, പിതാവിനോടും അവന്റെ പുത്രനോടുമാണ്. നമ്മുടെ കൂട്ടായ്മ ആരോടായിരിക്കണം? ഞാൻ ആദ്യം പറഞ്ഞ കൂട്ടായ്മയല്ല. ഈ ലോകം നമുക്ക് അനേകം കൂട്ടായ്മയുള്ള അവസരങ്ങളുണ്ട്, സന്തോഷിക്കാൻ അനേകം ഗെറ്റുകളുണ്ട്, നമ്മൾ കൂടെ പലതും കൊണ്ട് നടക്കുന്നുണ്ട്. എന്ന വേദപുസ്തകം സ്പഷ്ടമായിട്ട് പറയുന്നു, ഞാൻ വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നിന്റെ കൂട്ടായ്മ പിതാവിനോടും അവന്റെ ഏകപുത്രനോടും ആണ്, ദൈവത്തോടും നിന്റെ മകനോടും. 3-ാമത്തെ കൂട്ടായ്മ വായിക്കേണ്ട 2 കൊരിന്ത്യർ 12:14 പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ വേദപുസ്തകം കൂട്ടായ്മ എന്ന് പറയുന്നത് തൃത്വബന്ധത്തിലാണ് കൂട്ടായ്മയെ വേദപുസ്തകം മനസ്സിലാക്കുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ തമ്മിൽ അതുവായുള്ള കൂട്ടായ്മ. ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം. സുറിയാനി സഭയുടെ വിശ്വാസത്തിന്റെ ആധാരമാണ് ഇവിടെ നാം കാണുന്നത്. നിങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവോടും കൂടി ആയിരിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ പിതാക്കന്മാർ വിശ്വാസം എഴുതുന്നത് അവിടെ വെച്ചാണ്. നമ്മുടെ വിശ്വാസം തൃത്വത്തിൽ അധിഷ്ഠിതമാണ്. തൃത്വമായ ബന്ധത്തോട് ചേർന്നാണ് നമ്മളുടെ ആരാധനയെല്ലാം ക്രമീകരിച്ചത്. നമുക്കെല്ലാം 3 പ്രാവശ്യമുണ്ട്. എന്ത് കാണിച്ചാലും 3 പ്രാവശ്യം കാണിക്കും. തൃത്വത്തെ സൂചിപ്പിക്കുന്ന പ്രാർത്ഥന ആരംഭിക്കുന്ന തൃത്വത്തെ സ്തുതിച്ചാണ്, പ്രാർത്ഥന അവസാനിപ്പിക്കുന്ന തൃത്വത്തെ സ്തുതിച്ചാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പ്രാർത്ഥനകൾ വളരെ വിരളമാണ് നമ്മളുടെ ഇടയിൽ. നമ്മൾ തൃത്വനാമത്തിലാണ് പ്രാർത്ഥന ആരംഭിക്കുന്നതും എന്ന് അവസാനം. എന്നാൽ ചില സഭാ സമൂഹങ്ങളിൽ തൃത്വമില്ലാത്തതുകൊണ്ട് എല്ലാ പ്രാർത്ഥനകളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവസാനിപ്പിക്കും. അവർ തൃത്വത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ. ഇവിടെ നമ്മൾ വേദപുസ്തകം സ്പഷ്ടമായി പറയുന്നു, സുറിയാനി സഭയുടെ വിശ്വാസം ഇതാണ്. നിങ്ങൾ കൂട്ടായ്മ പിതാവിനോടും പുത്രനോടും പരിശുദ്ധ റൂഹായോടും. അതാണ് വെളിച്ചം. ഞാനും നിങ്ങളും തൃത്വദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ തൃത്വമാണ് ഏറ്റവും വലിയ കൂട്ടായ്മ. തൃത്വം പരസ്പര സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമായി നിലനിൽക്കുകയാണ് തൃത്വം ചെയ്യുന്നത്. ആ തൃത്വത്തോടുള്ളതായ കൂട്ടായ്മ അതാണ് വെളിച്ചം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യം വായിക്കേണ്ട. ഹാനോക്കിന്റെ കൂട്ടായ്മ. ഹാനോക്കിന്റെ കൂട്ടായ്മ ആരോടായിരുന്നു? എല്ലാവർക്കും അറിയാം. അവൻ ദൈവത്തിനോടുള്ള കൂട്ടായ്മ, ദൈവത്തോട് ചേർന്ന് നടന്നു. ദൈവജനമേ, സുറിയാനി സഭയുടെ ആരാധനയിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരും ഈ തൃത്വത്തോടുള്ള കൂട്ടായ്മ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. എത്രയോ പ്രാവശ്യമാണ് പുരോഹിതൻ ശുഭോല ബോലബറോ വൽറൂഹോ കാദീശോ എന്ന് ഓരോ സ്ഥാൻസയ്ക്കും ഇടയിൽ ഇങ്ങനെ പറയുമ്പോൾ ജനം
അതേ പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായ്ക്കും സ്തുതി എന്ന് പറയുമ്പോൾ ജനം പറയുന്നു ആദ്യം മുതൽ എന്നേക്കും തന്നെ ആ കൂട്ടായ്മ ഞങ്ങൾ ആചരിക്കുന്നു. വേദപുസ്തകം സ്പഷ്ടമായി പറയുന്നു തൃത്വമാണ് കൂട്ടായ്മയുടെ അനുഭവം. നമ്മുടെ ആരാധനയിൽ സംബന്ധിക്കുന്നത്, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നവർക്ക് തൃത്വനാമത്തിൽ കൂടി വരുവാനും തൃത്വത്തിനോടുള്ള കൂട്ടായ്മയുണ്ട്. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ എന്ന് പുരോഹിതൻ ആശീർവദിക്കുമ്പോൾ ഇതാ പൗലോസ്ലീഹ ഒരിന്ത്യ ലേഖനങ്ങളിലും യോഹന്നാൻ എഴുതിയതായ ആ കൂട്ടായ്മയുടെ കൊയ്രോണിയുടെ വെളിച്ചത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരൂ. നമ്മുടെ സഭ എത്രയോ ധന്യമാണ്. ഞാൻ സമയക്കുറവുകൊണ്ട് വേഗത്തിൽ കടന്നു പോകുന്നു. അടുത്ത വെളിച്ചം എന്താണ് നമുക്ക് ചിന്തിക്കാം. 1 യോഹന്നാൻ 2:9-10 വെളിച്ചത്തിന്റെ അടുത്ത പ്രത്യേകത. വെളിച്ചത്തിൽ ഞാൻ നടക്കുന്നുവെങ്കിൽ ആ അടുത്ത പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാം. 1 യോഹന്നാൻ 2:9-10 വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. വെളിച്ചത്തിലിരിക്കുകയും എന്ന് പറയുകയും സഹോദരനെ വെറുക്കുകയും പകയ്ക്കുകയും ചെയ്യുന്നവൻ എവിടെയാണ്? ഇരുട്ടിലായിരിക്കുന്നു. വെളിച്ചത്തിൽ നടക്കുന്നവന്റെ അടുത്ത പ്രത്യേകത ഇതാണ്. സഹോദര സ്നേഹമുള്ളവൻ, സഹോദരനെ പകയ്ക്കാത്തവൻ. ഞാനും നിങ്ങളും ക്രിസ്തു എന്ന വെളിച്ചം ധരിച്ചുവെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നവർ, സഹോദരങ്ങളെ പകയ്ക്കാത്തവർ, സഹോദരങ്ങളെ വെറുക്കാത്തവർ, സഹോദരർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നവർ, സഹോദരനെ സ്നേഹിക്കുന്നവർ, സ്നേഹത്തെ പ്രജ്വലിപ്പിക്കുന്നവർ, സ്നേഹത്തിന്റെ മാനദണ്ഡങ്ങൾ വിശാലമാക്കുന്നവർ, സ്നേഹത്തിന്റെ ചക്രവാളങ്ങൾ വിശാലമാക്കുന്നവരാണ് വെളിച്ചത്തിൽ നടക്കുന്നവർ. ഇടുങ്ങിയ മനസ്സുള്ളവർ ഒരിക്കലും വെളിച്ചത്തിനായിരിക്കില്ല. വെളിച്ചം വിശാലതയാണ്, വെളിച്ചം സ്നേഹമാണ്, പരസ്പര സ്നേഹമാണ്. ദൈവത്തിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും യഥാർത്ഥ സ്നേഹത്തിന്റെ അനുഭവം, സഹോദര സ്നേഹത്തിന്റെ, സമസൃഷ്ടികളുടെ സ്നേഹത്തിന്റെ, നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാനായി, അവരെ കരുതുവാനായി ഞാനും നിങ്ങളും വെളിച്ചത്തിലാണെങ്കിൽ വെളിച്ചത്തിൽ നിന്ന് നടക്കുന്ന മനുഷ്യൻ പരസ്പര സ്നേഹത്തിന്റെ പ്രതിഫലനമായി രൂപാന്തരപ്പെടുവാനായിട്ട് സാധിക്കട്ടെ. സഹോദര സ്നേഹമാണ് ഏറ്റവും വലുത്. ഒരിക്കലും 2 സഹോദരന്മാർ തമ്മിൽ കൂട്ടുകൃഷി ചെയ്തു. അവരെ കൂട്ടുകൃഷി ചെയ്തിട്ട് അവർക്ക് ലഭിച്ചതായ ധാന്യം അവരെ പങ്കിടാനായിട്ട് തീരുമാനിച്ചു. ഒരുത്തൻ കല്യാണം കഴിച്ചവനായിരുന്നു, ഒരു ബ്രദർ, ഒരു സഹോദരൻ കല്യാണം കഴിക്കാത്തവനായിരുന്നു. അപ്പൊ അവര് പപ്പാതിയായിട്ട് കിട്ടിയ ലാഭമെല്ലാം വീതിച്ചു. രണ്ടുപേരും രാത്രി ഉറങ്ങാൻ പോയി. രണ്ടുപേരും ഇങ്ങനെ ചിന്തിച്ചു. കല്യാണം കഴിച്ച ആള് ചിന്തിച്ചു, ഞാൻ പകുതി എടുത്തത് ശരിയായില്ല, അവനൊരു 60% കൊടുക്കണ്ടോ? അതിന് കാരണം എനിക്ക് കുടുംബവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നെ വാർദ്ധക്യത്തിൽ നോക്കാൻ ആളുകളുണ്ട്, മക്കളുണ്ട്, അവനാരുമില്ല, അവന് കുറച്ചും കൂടി വേണ്ടതായിരുന്നു എന്ന് ചിന്തിച്ചു. അങ്ങേം വരെ കിടന്ന മറ്റേ അൺമാരിഡായ സഹോദരൻ പറഞ്ഞു, ഞാൻ 50% എടുത്ത് ശരിയല്ല, എന്റെ മറ്റേ ബ്രദറിന് അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഇച്ചിരൂടെ കൂടുതൽ 60% അദ്ദേഹത്തിന് കൊടുക്കണം. അവരിങ്ങനെ ചിന്തിച്ച് അവർ രണ്ടുപേരും സൈമിൾട്ടേനിയസ് ആയിട്ട് തീരുമാനമെടുത്തു. ഒരു 10% അറിയാതെ അവന്റെ ഉണ്ട്. ഒരു ദിവസം അങ്ങനെ കൊണ്ടുപോയിട്ടു. അങ്ങനെ രണ്ടുപേരും ഇത് കൊണ്ടുവിടാൻ ഒരുമിച്ചാണ് വന്നത്. രണ്ടുപേരും 10% ധാന്യവുമായിട്ട് വന്ന് അവർ തമ്മിൽ കൂട്ടിമുട്ടി. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ആ നാട്ടിലൊരു ദേവാലയം പണിയുവാനായി ഒരു സ്ഥലം തിരഞ്ഞെടുത്തപ്പോൾ ഈ സ്ഥലമാണ് തിരഞ്ഞെടുത്തത്. പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം പങ്കുവയ്ക്കുന്ന 2 സഹോദരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയതായ ഞാനെടുത്ത 50% പോരാ, മറ്റവന് കൂടുതൽ വേണം, അതിനെക്കുറിച്ച് കരുതലുള്ള ധാന്യവുമായി പുറപ്പെട്ട അതേ സമയം തന്നെ സൈമിൾട്ടേനിയസ് ആയി മറ്റേ ബ്രദറും വന്നു. അവർ തമ്മിൽ കൂട്ടിമുട്ടിയ സ്ഥലത്ത് വെച്ച് ഒരു ദേവാലയം ആ നാട്ടുകാരെ പണിതതായി ഒരു കഥയിൽ ഞാൻ വായിക്കുകയുണ്ടായി. സഹോദര സ്നേഹം കൂട്ടിമുട്ടുന്നിടത്ത്, സഹോദര സ്നേഹമുള്ളിടത്ത് ദേവാലയം പണിയുവാൻ ഏറ്റവും വിശുദ്ധ സ്ഥലം എന്നവിടെ കാണുന്നു. അതാണ് വെളിച്ചത്തിന്റെ അനുഭവം. നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നുവെങ്കിൽ, പരസ്പരം പങ്കുവയ്ക്കുന്നുവെങ്കിൽ നമുക്ക് വെളിച്ചത്തിന്റെ അനുഭവം ഉണ്ടാകട്ടെ. സഹോദര സ്നേഹം, പരസ്പര ബഹുമാനം, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കട്ടെ. എന്താണ് സഹോദര സ്നേഹം?
മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ എങ്ങനെ സഹോദരങ്ങളെ സ്നേഹിക്കാം അവിടെ രേഖപ്പെടുത്തി. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 14-ാം വാക്യം, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. സഹോദരനെ സ്നേഹിക്കുവാൻ ഞാനും നിങ്ങളും തിരിയുന്നുവെങ്കിൽ നമ്മളെ വിഭവങ്ങൾ പങ്കിടൽ മാത്രമല്ല, വേദപുസ്തകം പറയുന്നു, നിന്റെ സഹോദരനോട് നീ ക്ഷമിച്ചാൽ ആ സഹോദരനെ സ്നേഹിക്കുന്നവൻ, പരസ്പരം സ്നേഹിക്കുന്നവൻ ഒന്നാമത് ചെയ്യേണ്ടത് മറ്റുള്ളവരോട് ക്ഷമിക്കുക. മറ്റുള്ളവരുമായി മറ്റുള്ളവരുടെ തെറ്റുകളെ ക്ഷമിക്കുക. വിക്ടർ ഹ്യൂഗോയുടെ പ്രസിദ്ധമായ ആ കഥയിൽ നമ്മൾ ജീൻവാലിദിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുവല്ലോ. ആ ബിഷപ്പ് അദ്ദേഹത്തിന്റെ ഘടകന് ക്ഷമ നൽകിയതാണ് അദ്ദേഹത്തെ ഏറ്റവും ചിന്തിപ്പിച്ചത്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ ബിഷപ്പ് എന്നോട് ക്ഷമിച്ചില്ല എങ്കിൽ എനിക്ക് മാനസാന്തരത്തിന് അനുഭവം ഉണ്ടാകുകയില്ല. സമസൃഷ്ടങ്ങളെ ഞാനും നിങ്ങളും സ്നേഹിക്കുന്നുവെങ്കിൽ ഒന്നാമത് വെളിച്ചം അത് ക്ഷമയായി മറ്റുള്ളവരിലേക്ക് പകരുവാൻ സാധിക്കട്ടെ. മറ്റുള്ളവരുടെ തെറ്റുകളെ നമ്മളോട് എത്രയോ മോശമായി പെരുമാറുന്നവരുണ്ടാകാം, നമ്മളെ ചതിക്കുള്ളിൽ വീഴ്ക്കുന്നവരുണ്ടാകാം, നമ്മളോട് വികാരമായി പെരുമാറുന്നവരുണ്ടാകാം, നമ്മളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നുണ്ടാകാം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ടാകാം, പലരുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരുണ്ടാകാം. എന്നാൽ അവരോടൊക്കെയും ക്ഷമിക്കുവാൻ സാധിച്ച സഹോദര സ്നേഹമതാണ്. വെളിച്ചത്തിൽ നടക്കുന്നതിന്റെ സ്നേഹമതാണ്. എനിക്ക് അനുവദിച്ചതായ സമയം അവസാനിപ്പിക്കുകയാണ്. എന്റെ വചന ശുശ്രൂഷ ഇതാ തീരുകയാണ്. വെളിച്ചത്തിൽ നടക്കുക, അതിന് 3-4 പ്രത്യേകതകൾ, വെളിച്ചത്തിന്റെ 3-4 വശങ്ങൾ നമ്മൾ ചിന്തിച്ചു. വെളിച്ചം ഒന്നാമത് യേശുക്രിസ്തു. വെളിച്ചം എന്നിലേക്ക് കടന്നു വരുമ്പോൾ, അതിനെന്നിൽ വീശുമ്പോൾ എനിക്ക് മാറ്റത്തിന്റെ അനുഭവം, രൂപാന്തരത്തിന്റെ അനുഭവം, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് പുതിയ ചിന്താസരണികൾ, മനസ്സിന്റെ പവിത്രീകരണം, മനസ്സിന്റെ ശിക്ഷണം, മനസ്സിന്റെ നിർമ്മലീകരണമൊക്കെയും വെളിച്ചം എന്നിലും നിങ്ങളും ഉണ്ടാകുമ്പോൾ സംഭവിക്കുവാനിടയായിത്തീരും. രണ്ടാമത് വെളിച്ചം നമ്മളിലേക്ക് ബോധം, കോൺഷ്യസ്നെസ്. ഞാൻ ആരാണ്, നിങ്ങളാരാണ്, നമ്മളെന്താണ്, നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? വെളിച്ചം നമ്മളിൽ പുതിയ അവബോധമുണ്ടാകുന്നു. ഞാൻ ആരാണ്, എന്റെ ഉത്തരവാദിത്വം എന്താണ്? ഞാൻ യേശുക്രിസ്തുവിന്റെ മകനും മകളുമാണ്, ഞാനൊരു ക്രൈസ്തവനാണ്, യേശുക്രിസ്തുവിന്റെ പ്രകാശം ധരിച്ചവനാണെന്നുള്ളതായ ആ ബോധം വെളിച്ചം നമ്മളിലേക്കുണ്ടാകുമ്പോൾ, കടന്നു വരുമ്പോൾ സംഭവിക്കുന്നു. മൂന്നാമത് വെളിച്ചം ദൈവവചനമാണ്. അത് 3 തലങ്ങളിൽ നമ്മളിലേക്ക് വരുന്നു. യേശുക്രിസ്തുവായി വിശുദ്ധ വേദപുസ്തകമായി പ്രഖ്യാപിക്കുന്ന പ്രഘോഷണങ്ങളായി വെളിച്ചം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ, വചനം വെളിച്ചമായി നമ്മളെ അത് വിമർശനത്തിന്റെ മുള്ളുകൾ, നമ്മുടെ മനസ്സുകളിൽ മാറ്റത്തിന്റെ അനുഭവങ്ങൾ, വിമർശനങ്ങൾ, വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നു, വചനം നമ്മളെ നിലനിർത്തുന്നു, വചനം നമുക്ക് സ്ഥിരം നൽകുന്നു. വെളിച്ചമെന്ന വചനം വരുമ്പോൾ നമുക്ക് പ്രത്യാശ നൽകുന്നു, പ്രതീക്ഷ നൽകുന്നു, ആശ്വാസം നൽകുന്നു. നാലാമത് വെളിച്ചം കൂട്ടായ്മയുടെ അനുഭവമായി നിലനിൽക്കുന്നു. വെളിച്ചം കൂട്ടായ്മയാണ്, ദൈവത്തോടുള്ള കൂട്ടായ്മയാണ്. ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ആൻഡ് ഹ്യൂമൻ ബീയിങ്. മനുഷ്യനുമായുള്ള ആ ബന്ധവും കൂട്ടായ്മയും ഇതുപോലത്തെ പരിശുദ്ധാത്മാവായ തൃത്വത്തോടുള്ളതായ നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ ലോകത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് മാറി ദൈവമായുള്ള ബന്ധത്തിൽ വരുമ്പോൾ, കൂട്ടായ്മയിൽ വരുമ്പോൾ വെളിച്ചം നമ്മളിലേക്ക് വരുന്നു. അഞ്ചാമതായി വെളിച്ചം സഹോദര സ്നേഹമാണ്. മറ്റുള്ളവരെ പകയ്ക്കാത്ത, മറ്റുള്ളവരെ വെറുക്കാത്ത, മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത, സന്തോഷ സമൃദ്ധമായ, ഐശ്വര്യപൂർണമായ, ശാന്തമായ ഒരു വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ക്ഷമയുടെ, സ്നേഹത്തിന്റെ പ്രതീകമായി ആ വെളിച്ചം മറ്റുള്ളവരെ പകരുവാൻ സാധിക്കട്ടെ. എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ദൈവത്തിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ വാക്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. വെളിച്ചത്തിൽ വരുമ്പോൾ ഈ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രകാരം പ്രാർത്ഥിക്കാം.
നോക്കണമെൻ ദുരിതം നാഥ പലതരദോഷം ഞാൻ ചെയ്തു നിങ്ങൾ വരുന്നു സുഖമേൽക്കും മോനം വൈദ്യന്മാർക്കൽ ഞാൻ പോയി അവരൗഷധവും ലാം ചെയ്തിട്ടില്ലൊരു ഗുണവും യംഗമൂതാരിണം നിർവൈദ്യം ഔഷധഗുണവും ഞാൻ കേട്ടു നിങ്ങൾ വരുന്നു സുഖമേൽക്കും വിനയപൂർവ്വം നമ്മുടെ കണ്ണുകളെ അടച്ച് കേട്ട വചനങ്ങളെ പ്രതി നമുക്കൊരു നിമിഷം ദൈവതിരുസന്നിധിയിൽ ധ്യാനിക്കാം. വെളിച്ചത്തിൽ നടക്കുക എന്ന് യോദ്ധാവിന്റെ ഭരണകാലത്ത് ശിയാപ്രവാചകൻ അരുളിച്ചെയ്തതായ വചനം നിങ്ങളിൽ ക്രിയുവാൻ തക്കവണ്ണം ഈ ഒരു സമയക്കാലം രാത്രിയൊക്കെയും ഇവിടെ കൂട്ടിവരുത്തിയതായ ഈ ധന്യമുഹൂർത്തം, ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളെ ഓർത്ത് ദൈവമേ ഇന്ന് മഹാകൃപയോ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളിതാ മാനോദീസ എന്ന വെളിച്ചം ധരിച്ച് വെളിച്ചത്തിന് മക്കളായി പ്രഭ ധരിച്ചവരായി അങ്ങയോട് ചേർന്നവരായി നിൽക്കുമ്പോൾ ആ വെളിച്ചം നിലനിർത്തുവാൻ തക്കവണ്ണം ദൈവമേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശക്തി തരണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വെളിച്ചം നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു. ശബരിനെ മനസ്സാന്തരപ്പെടുത്തിയ, ശബരിനെ പൗലോസാക്കി വെള്ളിയ നിർവേദിക നിലവുകളിൽ ഡെമസ്കോസിന്റെ വെടിവാതയിൽ ആ നിന്യതായ വെളിച്ചം നിർത്താതെ ഈ കൺവെൻഷന്റെ മന്ദിരങ്ങളിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വെളിച്ചമായി ഇടിയായി അഗ്നിനാളുകളായി ഡെമസ്കോസിന്റെ വെടിവാതിൽ ഈശ്വര വെളിച്ചം, ആ മാർഗത്തിന്റെ പ്രകാശത്തിന്റെ വെളിച്ചം, മനസ്സാന്തര വെളിച്ചം, മാറ്റത്തിന്റെ വെളിച്ചം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അനുവദിക്കുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ ഹൃദയമിതാ തുറക്കുന്ന കർത്താവെ, അന്ധകാരത്തിന്റെ അശുദ്ധമായ ജീവിതത്തിൽ കർമ്മമണ്ഡലങ്ങളിലൂടെ കർമ്മപദങ്ങളിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുന്ന കർത്താവെ, ഈ വെളിച്ചം ഞങ്ങളെ പ്രദീപ്തമാക്കണമേ, പ്രോത്സാഹിപ്പിക്കണമേ, പുതിയ സൃഷ്ടിയായി തീരണമേ. ഇവാ പഴയത് കടന്നുപോയി ഞാനൊരു പുതിയ സൃഷ്ടിയാകുന്നു എന്ന് ഈ കൺവെൻഷൻ മന്ദിരിൽ ഇവിടുന്ന് കടന്നു പോകുമ്പോൾ ഈ വെളിച്ചം ധരിച്ചവരായി തീരുവാൻ കർത്താവെ ഞങ്ങളോട് ശക്തീകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വെളിച്ചം ഞങ്ങൾക്ക് ബോധം നൽകുമ്പോൾ കർത്താവെ, ബോധമില്ലാത്ത അവസ്ഥയിൽ മുന്നിൽ വന്ന് ഞാൻ ആരാണെന്നറിയാതെ ഇതാ ഈ ലോകത്തിന്റെ മായാമോഹങ്ങളിൽ പലതിനോടുമുള്ള ബന്ധത്തെ ബോധം നഷ്ടപ്പെട്ടവരായി മദ്യപാനത്തിന്റെ, വെറിക്കൂത്തിന്റെ, മയക്കുമരത്തിന്റെ ഈ ലോകത്തിന്റെ മോഹാമോഹങ്ങളിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളിൽ പലർക്കും ബോധം നഷ്ടപ്പെട്ടവരാൽ, പ്രഭ നഷ്ടപ്പെട്ടവരാൽ, പ്രകാശത്തിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടവരാൽ തീരുമ്പോൾ കർത്താവെ ഈ വെളിച്ചം ഞങ്ങളിലേക്ക് ഒരു പുതിയ സത്വാബോധം ഞാൻ ആരാണെന്ന് തിരിച്ചറിയാൻ തക്കവണ്ണം ആ വെളിച്ചത്തിൽ നടക്കുവാനും നീയും ആനന്ദത്തിൽ ചേർന്ന് വരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരും ഒരുക്കുവാൻ കർത്താവെ അങ്ങനെ തിരുസന്നിധിയിൽ വിനയപൂർവ്വം ഞങ്ങൾ ഈ രാത്രിയാനങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ബോധം നഷ്ടപ്പെട്ടവരായി കടന്നു വന്നിട്ടുണ്ട് കർത്താവെ, പുതിയ ബോധത്തോടുകൂടെ അങ്ങയെ ഭരിച്ചവരായി കടന്നുകൊള്ളുക ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വെളിച്ചം അതിനമായി തീരണമേ. അനേകം അഭിനയങ്ങൾ ഞങ്ങൾ കേട്ടുവല്ലോ, അനേകം പ്രസംഗങ്ങൾ ഞങ്ങൾ കേട്ടുവല്ലോ, അനേകം സുവിശേഷ യോഗങ്ങളിൽ ഞങ്ങൾ സംബന്ധിച്ച കർത്താവെ അത് വചനമായി ആ വചനം വെളിച്ചമായി തീരുവാൻ കർത്താവെ ഞങ്ങൾക്ക് അവസരം തരണമേ. കേട്ട വചനങ്ങൾ വെളിച്ചമാകാതെ ഞങ്ങളുടെ ഹൃദയത്തിൽ തട്ടാതെ അത് കടന്നുപോയി കർത്താവെ ഈ രാത്രിയുടെ യാമത്തിൽ അത് ഞങ്ങളുടെ ഹൃദയത്തിൽ വീഴണമേ. ഇത് വെളിച്ചം വീശണമേ. ഈ വചനം ഞങ്ങളെ മനസ്സാന്തരപ്പെടുത്തണമേ. നല്ല കുടുംബത്തെ നയിക്കുവാൻ നല്ല മകനായി, നല്ല മകളായി, നല്ല അമ്മയായി, നല്ല അപ്പനായി, നല്ല സഹോദരനായി, നല്ല പുരോഹിതരായി, നല്ല മേൽപ്പട്ടക്കാരായി ഈ പരിശുദ്ധ സഭയിൽ സേവനം ചെയ്യുവാൻ തക്കവണ്ണം വചനമെന്ന വെളിച്ചം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇരുവായത്തിന് വാളായോട് ഇറങ്ങുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങയുടെ വിരസനോട് ഞങ്ങൾ സമർപ്പിക്കുന്നു. വെളിച്ചം അങ്ങയോടുള്ള കൂട്ടായ്മയാണ് ഞങ്ങൾ പഠിപ്പിച്ചുവല്ലോ. ഇതാ ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ ഞങ്ങൾ പലതിനോടും കൂട്ടായ്മ ആചരിച്ചിട്ടുണ്ട്.
ഞങ്ങൾ പലതിനെയും കൂടെ കൊണ്ടു നടന്നിട്ടുണ്ട്, പലതിനെയും ഞങ്ങൾ താലോലിച്ചിട്ടുണ്ട്. ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ഞങ്ങൾ കൂട്ടായ്മയ്ക്ക് പോയിട്ടുണ്ട്, ആവശ്യമില്ലാത്ത ആളുകളുമായി ഞങ്ങൾ കൂട്ടായ്മ ആചരിച്ചിട്ടുണ്ട്, ആവശ്യമുള്ള വസ്തുക്കൾ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവേ, നീയുമായുള്ള സജീവ ബന്ധത്തിലാണോ, തൃപ്തനാമത്തിലാണോ, പിതാപുത്രൻ പരിശുദ്ധ റൂഹായുടെ ആ സജീവ സാന്നിധ്യമാണ് യഥാർത്ഥ കൂട്ടായ്മ എന്ന് ഞങ്ങളെ പഠിപ്പിക്കും കർത്താവേ. അങ്ങേക്ക് തിരിച്ചു വരുവാൻ കാരണം ഇതാവിനെപോലും അങ്ങയുടെ ദർശനത്തിലേക്ക് ഈ രാത്രിയിലെ യാമങ്ങളിൽ ഈ കൺവെൻഷൻ പന്തലിൽ ഇരുന്നുകൊണ്ട് ഇതിനെപോലും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥന കർത്താവേ. വെളിച്ചമെന്നത് സഹോദര സ്നേഹമാണ്. ഈ ലോകത്ത് ഞങ്ങൾ പ്രതികാരമായി പലരോടും പെരുമാറിയിട്ടുണ്ടെങ്കിൽ, വിദ്വേഷിച്ചിട്ടുണ്ടെങ്കിൽ, കോപത്തോട് ക്രോധത്തോട് മറ്റു മനുഷ്യന്റെ നാശത്തിനായി അനേകമായ അനിഷ്ടായ മാർഗങ്ങൾ ദുർഭാവങ്ങളോട് ഞങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ, ആർക്കുമേ ഞങ്ങൾ അപായപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അന്യായമായി പലതിനോടും പെരുമാറിയിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥമായ സഹോദര സ്നേഹം, ക്ഷമയുടെ സ്നേഹം പലരോടും ഞങ്ങൾ ക്ഷമിക്കുവാനുണ്ടല്ലോ. പലരോടും ഇതുവരെ പൂർണ്ണമായി ഞങ്ങൾക്കിതുവരെ ഐക്യപ്പെടുവാൻ സാധിച്ചില്ല കർത്താവേ. വിളിച്ച് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വരണമേ. പലരുടെയും തെറ്റുകൾ ഞങ്ങളെ ക്ഷമിക്കുവാനായി ഞങ്ങളുടെ ഹൃദയത്തിൽ വിശാലത വരണമേ. വിളിച്ച് ഞങ്ങളിലേക്ക് വരണമേ. പലരുടെയും തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കുവാനുണ്ടല്ലോ. പലരോടും ഞങ്ങൾക്ക് പ്രതികാരമുണ്ടല്ലോ. പലരോടും പ്രതികാരം ചെയ്യുവാൻ ഞങ്ങളുടെ മനസ്സൊരുങ്ങുന്നു കർത്താവേ. അങ്ങ് വെളിച്ചമായി ഞങ്ങളുടെ മനസ്സിലേക്ക് ക്ഷമയായി കൂട്ടായ്മയുടെ സഹോദര സ്നേഹത്തിന്റെ അനുഭവമായി ഈ രാത്രിയാമങ്ങളിൽ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു താഴ്മയായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദിവസങ്ങളെ സമർപ്പിക്കുന്നു. കാലുകളിലേക്ക് നമ്മെ സമർപ്പിക്കാം. നിറഞ്ഞവരായി യേശുക്രിസ്തുവിനവരായി പ്രകാശം ധരിച്ചവരായി ഈ കൺവെൻഷനിൽ നിന്ന് കടന്നു പോകുവാൻ നിങ്ങൾക്ക് ഓരോരുത്തരും നിർത്തിയെന്നാണ് പ്രാർത്ഥിക്കുന്നു. കടന്നുയരത്തെ അനുഗ്രഹിക്കണമേ. തിരിഞ്ഞു കൂടിയിരിക്കണമേ. ഈ കൺവെൻഷന്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രകാശം പ്രദീപ്തമാക്കുന്ന പ്രചരിപ്പിക്കുന്ന ഇതാ ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നു, നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്നു എന്ന് പറയുമ്പോൾ ഈ ലോകത്തിന് വെളിച്ചമായി തീരുവാൻ ഞങ്ങൾക്ക് ഓരോ തരണം ശക്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിനയപൂർവ്വം സമർപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ആമേൻ. യാത്രകളിൽ തൻ കാവലുണ്ട്, ആളും സഹായവും കരുതിയിട്ടുണ്ട്. യാത്രകളിൽ തൻ